എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കേരള PSC പരീക്ഷയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫൈനൽ ആൻസർ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളാണ് LDC LGS പരീക്ഷയ്ക്കായിട്ട് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ 38ാമത്തെ ചോദ്യം വരെ ഈ ഒരു ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇനി 39ാമത്തെ ചോദ്യം എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏത് എന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയ ആണ്. അപ്പോൾ എലിപ്പനിക്ക് കാരണമായ രോഗാണു ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ബാക്ടീരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഈ പറയുന്ന ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ബാക്ടീരിയ പരത്തുന്ന കുറച്ച് രോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട്. ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ആന്ത്രാക്സ് എന്ന് പറയുന്ന രോഗം PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആന്ത്രാക്സ് എന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. വില്ലൻ ചുമ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട രോഗമാണ്. ട്രക്കോമ എന്ന് പറയുന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. ഡിഫ്തീരിയ എന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. 4 രോഗങ്ങൾ: ആന്ത്രാക്സ്, വില്ലൻ ചുമ, ട്രക്കോമ, ഡിഫ്തീരിയ. ഇതിനു പുറമെ ബോട്ടുലിസം, കോളറ, ടൈഫോയിഡ്, ക്ഷയം. ബോട്ടുലിസം, കോളറ, ടൈഫോയിഡ്, ക്ഷയം. അപ്പോൾ നമ്മൾ പഠിച്ചു 8 എണ്ണം: ആന്ത്രാക്സ്, വില്ലൻ ചുമ, ട്രക്കോമ, ഡിഫ്തീരിയ, ബോട്ടുലിസം, കോളറ, ടൈഫോയിഡ്, ക്ഷയം എന്നീ രോഗങ്ങൾ എന്താണ്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പ്ലേഗ് എന്ന് പറയുന്ന രോഗവും എലിപ്പനി എന്ന് പറയുന്ന രോഗവും ടെറ്റനസ് എന്ന് പറയുന്ന രോഗവും സിഫിലസ് എന്ന് പറയുന്ന രോഗവും എന്താണ്? ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പ്ലേഗ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. എലിപ്പനി ചോദ്യമായി വന്നു, ബാക്ടീരിയ ആണ്. ടെറ്റനസ് ബാക്ടീരിയ ആണ് കാരണം. സിഫിലസ് ബാക്ടീരിയ ആണ് കാരണം. അതേപോലെ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം, കുഷ്ഠം, ന്യൂമോണിയ, ഗൊണേറിയ തുടങ്ങിയ രോഗങ്ങൾക്കും കാരണം ബാക്ടീരിയ ആണ്. ഇപ്പോൾ PSC ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 16ഓളം ബാക്ടീരിയ രോഗങ്ങളാണ് പഠിച്ചത്. അതിലൊന്ന് കോളറ പഠിച്ചു, രണ്ടാമത് നമ്മൾ ന്യൂമോണിയ പഠിച്ചു, മൂന്നാമത് നമ്മൾ ടൈഫോയിഡ്, 4 ഡിഫ്തീരിയ, 5 എലിപ്പനി, 6ാമത് ക്ഷയം, 7ാമത് പ്ലേഗ്, 8ാമത് വില്ലൻ ചുമ. 9ാമത് പരിചയപ്പെട്ടത് കുഷ്ഠമാണ്. 10ാമത് നമ്മൾ പരിചയപ്പെട്ടു ടെറ്റനസ്, ആന്ത്രാക്സ്, സിഫിലസ്, മെനിഞ്ചൈറ്റീസ്, ട്രക്കോമ, ഗൊണേറിയ, ബോട്ടുലിസം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളാണ്. ആന്ത്രാക്സ് ഏത് രോഗകാരിയാണ് പരത്തുന്നതെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ വില്ലൻ ചുമ ഏത് രോഗകാരിയാണ് പരത്തുന്നത് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയ ആണ്. ഇനി ട്രക്കോമ അത് പരത്തുന്നതും ബാക്ടീരിയ ആണ്. ഇനി ഡിഫ്തീരിയ അത് പരത്തുന്നത് ബാക്ടീരിയ ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആന്ത്രാക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ വൈറസ് രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ അടുത്തായിട്ട് നമ്മൾ ഇനി പഠിക്കും ഫംഗസ് രോഗങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. അവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയയിലെ നമ്മുടെ ബാക്ടീരിയ എന്ന് നമ്മൾ എഴുതുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കണ്ടോ, ആന്ത്രാക്സ് എന്ന് എഴുതുമ്പോൾ അവിടെ ഈ ഒരു ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആന്ത്രാക്സ്, ബാക്ടീരിയ ആ ഒരു കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് വില്ലൻ ചുമയാണ്. പലപ്പോഴും സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നടനെ പുറകിൽ നിന്ന് വില്ലൻ ഒറ്റ അടിയും കണ്ടടിക്കും. പുറകിൽ നിന്നായിരിക്കും വില്ലന്മാർ എന്ത് ചെയ്യുന്നത്? അടിക്കുന്നത്. അപ്പോൾ പുറക് ബാക്ടീരിയ. അപ്പോൾ വില്ലൻ ചുമയും നമുക്ക് കിട്ടും, ബാക്ടീരിയ രോഗമാണ്. ഒരു ട്രക്ക് നമ്മുടെ മനസ്സിലേക്ക് വരിക, ട്രക്ക് വലിയ വണ്ടി, അത് ബാക്ക് അടിക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ട്രക്കോമ എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണെന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഡിഫ്തീരിയ ഈ ട്രക്ക് ബാക്ക് അടിച്ചിട്ട് തിരിക്കുകയാണ്, നമ്മുടെ സ്റ്റിയറിങ് തിരിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഒന്ന് ട്രക്ക് ബാക്കോട്ട് പോവുകയാണ്, തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രക്കോമ, ബാക്ടീരിയ. തിരിക്കുക എന്നതിൽ നിന്ന് ഡിഫ്തീരിയയും കിട്ടും. അപ്പോൾ ഈ 4 രോഗങ്ങളും പഠിച്ചു വെച്ചല്ലോ. ആന്ത്രാക്സിലെ ബാക്ടീരിയയിലെ രണ്ടും കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ബാക്ടീരിയ രോഗമാണ്. വില്ലൻ ചുമ പലപ്പോഴും സിനിമകളിൽ എന്താണ്? നടൻ്റെ പുറകിൽ നിന്ന് അടിക്കും, അതാണ് എന്ത്? ബാക്കിൽ നിന്ന് അടിക്കും. അപ്പോൾ എന്താണ്? ബാക്ടീരിയ, വില്ലൻ ചുമ. ട്രക്കോമ ട്രക്ക് പുറകോട്ട് പോവുകയാണെ, തിരിക്കുകയാണ്, സ്റ്റിയറിങ് തിരിക്കുകയാണ്. അപ്പോൾ 2ൽ നിന്ന് എന്ത് കിട്ടണം? ട്രക്കോമ, ബാക്ടീരിയ, തിരിക്കുകയാണ്, ഡിഫ്തീരിയ. അപ്പോൾ ഈ 4 രോഗങ്ങളും പഠിച്ചല്ലോ. ഇനി അടുത്തത് ബോട്ടുലിസം. അപ്പോൾ ഈ ബോട്ടുലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ്? അവിടെ ഒരു ബായ് ഉണ്ട് അല്ലേ?
ബോട്ടുലിസത്തിന്റെ ബായും ബാക്ടീരിയയുടെ ബായും, ബോട്ടുലിസത്തിന്റെ ബായും ബാക്ടീരിയയുടെ ബായും, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി കോളറ, നമ്മുടെ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ഷർട്ടിന്റെ കോളർ എവിടെയാ? പുറകിലല്ലേ കാണുക അല്ലെ? നമ്മുടെ പുറകിലല്ലേ കാണുക കോളർ, അല്ലാതെ മുമ്പിലാണോ വെക്കുക? പുറകിലല്ലേ വെക്കുക? കോളർ ബാക്ക്, ബാക്ടീരിയ, അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ടൈഫോയിഡ്, ടൈഫോയിഡ് നമ്മളിപ്പോൾ പഠിച്ച കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഈ കോളറ എന്നതിൽ നിന്ന് കോളർ പഠിച്ചു. കോളർ എന്ന് പറയുമ്പോൾ എന്തുവാ? ബാക്കിലാണ് കാണുക അല്ലെ? നമ്മുടെ കഴുത്തിന്റെ പുറകിലാണ് കാണുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ല ടൈ കെട്ടുക അല്ലെ? കോളറിനോടൊപ്പം ചേർന്നിട്ടല്ലേ നമ്മൾ ടൈ കെട്ടുക അല്ലെ? കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈ ഒക്കെ കെട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഈ പറയുന്ന ടൈ കെട്ടുന്ന എങ്ങനെ? ഈ കോളറോട് ചേർന്നിട്ടല്ലേ? അപ്പൊ നമുക്ക് കോളറ, ടൈ, ടൈഫോയിഡ്, ബാക്ടീരിയ അങ്ങനെ പഠിക്കാലോ. കോളറ് കഴുത്തിന്റെ പിറകില്, കോളറിനോട് ചേർന്നിട്ട് ടൈ കെട്ടും, ടൈഫോയിഡ് പഠിച്ചു. ഇനി ക്ഷയമാണ്. ക്ഷയം എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ക്ഷയം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ഷയരോഗം എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ഷയരോഗം എന്നാണ് ഒരു ബാക്ടീരിയ രോഗമാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ക്ഷയരോഗം എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച 8 രോഗങ്ങളും മനസ്സിലുണ്ടാവണം. ആന്ത്രാക്സ്, വില്ലൻ ചുമ, ട്രക്കോമ, ഡിഫ്തീരിയ, അതുപോലെ ബോട്ടുലിസം, ബാ പിടിച്ചിട്ട് ബാക്ടീരിയ, കോളറ് പുറകില്, അതിനോടൊപ്പം ചേർന്ന് ടൈയ്, അപ്പൊ ടൈഫോയിഡ്, ബാക്ടീരിയ. ഇനി ക്ഷയരോഗമുണ്ട്. ക്ഷയരോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ക്ഷയരോഗം എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഇനി അടുത്തത് പ്ലേഗ് ആണ്. പ്ലേഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. പ്ലേഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ മൊബൈൽ ഫോണ് ഇപ്പോൾ എന്താണ്? ഈ പറയുന്ന ക്ലാസ് ഒക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ TV ഒക്കെ ഉണ്ടാവും. ഈ ടിവിന്റെ ഒക്കെ പിറകിലല്ലേ നമ്മളെപ്പോഴും പ്ലഗ് ഫിറ്റ് ചെയ്യുക? പിറക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, പ്ലഗ് പ്ലാഗ്, ബാക്ക് ബാക്ടീരിയ, അങ്ങനെ ഓർക്കാമല്ലോ, കണക്ട് ചെയ്ത് ഓർക്കാം. അപ്പൊ നമ്മൾ ഓർക്കുക, ഈ പ്ലഗ് എപ്പോഴും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ പിറകിലായിട്ടാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അവിടെ എന്താണ്? പ്ലഗ് ബാക്കിലാണ്, ബാക്ക് ബാക്ടീരിയ, പ്ലഗ് പ്ലാഗ്, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇനി എലിപ്പനി, പൊതുവെ നമ്മുടെ വീടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ വീട്ടിൻ്റെ പിന്നാമ്പുറത്തായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടുക. അപ്പോൾ ഈ പിന്നാമ്പുറം, ബാക്ക് സൈഡ്, അവിടെയായിരിക്കും എലി വന്നിട്ട് മാളൊക്കെ തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പന്നിയെലിയൊക്കെ വന്നിട്ട് അല്ലേ? സാധാരണ എല്ലായിടത്തും കാണാറുള്ളതാണ്. അപ്പോൾ അവിടെയും കിട്ടും. വീടിന്റെ ബാക്ക് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്ടീരിയ, എലിപ്പനി, അങ്ങനെയും കിട്ടും. ഇനി ടെറ്റനസ്. ടെറ്റനസ് എന്ന് പറയുന്നത് എന്താണ്? ടെറ്റനസ് അതും എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ രോഗമാണ്. അതെങ്ങനെ ഓർത്ത് വെക്കാമെന്ന് പറ്റും? ബാക്ടീരിയ എന്ന് നമ്മൾ എഴുതുന്നില്ലേ? ബാക്ടീരിയ എന്ന് എഴുതിയില്ലേ? ആ ഇറ്റ കണ്ടോ? ഇറ്റ ആ ഇറ്റ ഇവിടെയുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന വൈറസ് ആണെങ്കിലും ഫംഗസ് ആണെങ്കിലും അവിടെ ഇറ്റ വരുന്നില്ല. നമ്മൾ ഈ പഠിക്കുന്ന ബാക്ടീരിയയിലാണ് ഇറ്റ വരുന്നത്. അപ്പോൾ ടെറ്റനസിലെ ഇറ്റയും ബാക്ടീരിയയിലെ ഇറ്റയും കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം എന്താണ്? ടെറ്റനസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ രോഗമാണെന്ന കാര്യം ഓർക്കുക. ഇനി സിഫിലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. സിഫിലസ്, ആ സി ഉണ്ടല്ലോ, സിയിലെ സായും ബാക്ടീരിയയിലെ ബായും രണ്ട് ഏകദേശം ഒരേപോലെ അല്ലേ ഉള്ളത്? സിയിലെ സായും ബാക്ടീരിയയിലെ ബായും കാണുമ്പോൾ ഏകദേശം ഒരേപോലെയല്ല. ജസ്റ്റ് ഇവിടെ ഒരു കുനിപ്പിട്ട് കഴിഞ്ഞാൽ ബായായിട്ട് മാറി. ആ ഒരു രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. സിഫിലസ് ഞാൻ എൻ്റെ രീതിയിൽ, ഞാൻ ഓർത്തു വെക്കുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കോഡൊക്കെ ഉണ്ടാവും, ആ കോഡിൽ വേണം പഠിക്കാം. ഞാനിവിടെ ഇത് ആരെങ്കിലും കേൾക്കുന്നവർക്ക് എളുപ്പമായി തോന്നുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പോയിന്റുകൾ പഠിച്ചു. പ്ലേഗ്, എലിപ്പനി, ടെറ്റനസ്, സിഫിലസ്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് മെനിഞ്ചൈറ്റീസ് ആണ്. മെനിഞ്ചൈറ്റീസ്. അപ്പോൾ എന്താണ് പഠിക്കുന്നത്? മെനിഞ്ചൈറ്റീസ് നേരത്തെ പഠിച്ചല്ലോ. നമ്മളിവിടെ പഠിച്ചല്ലോ എന്ത്? ടെറ്റനസിലെ ഇറ്റ, മെനിഞ്ചൈറ്റീസിലും ഉണ്ടല്ലോ ഒരു ഇറ്റ, മെനിഞ്ചൈറ്റീസിലും ഉണ്ടല്ലോ ഒരു ഇറ്റ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ അതെന്താണ്? ബാക്ടീരിയ. ഇനി അടുത്തത് എന്താണ്? കുഷ്ഠം എന്ന് പറയുന്ന ഓർക്കാൻ എങ്ങനെ ഓർക്കുക? ബാക്ക്. അപ്പൊ നീ പഠിച്ച് ബാക്കിലോട്ടായി പോയല്ലോ, കഷ്ടം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? നീ പഠിച്ച് ചിലവർ പറയാറുണ്ട്, നീ പഠിച്ച് ബാക്കിലോട്ടായി പോയാലോടെ മോനെ, കഷ്ടമായി പോയി. അപ്പൊ അവിടെ ഓർക്കാം ബാക്ക്, കഷ്ടം. ആ ഒരു രീതി വേണമെങ്കിൽ ഓർക്കാം. ബാക്കിലോട്ടായി, കഷ്ടം. അപ്പൊ എന്താണ്? കഷ്ടം.
ബാക്ക്, കഷ്ടം, ബാക്ക്. അപ്പോൾ എന്താണ്? കഷ്ടം. ഇനി അടുത്ത ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ന്യൂമോണിയ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ന്യൂമോണിയ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ പറയുന്ന എന്താണ്, പണ്ടൊക്കെ നമ്മൾ ഈ സംസാരിക്കും. ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ബാക്ക് ബെഞ്ചിൽ കൊണ്ടുപോയിട്ട് നിർത്തും. ഇല്ല, നീ അധികം സംസാരിക്കുന്ന, നീ പുറകിൽ പോയി നിൽക്കുന്നു പറയും. സംസാരിക്കുന്ന എങ്ങനെയാണ്? നമ്മുടെ മോണയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. മോണ എന്നിട്ട് ബാക്കോട്ട് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓർത്തിക്കാം. എന്താണ്? മോണയൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്കോട്ട് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ എന്താണ്? ന്യൂമോണിയ എന്ന് പറയുന്നത് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട രോഗമാണ്. അല്ലെങ്കിൽ എങ്ങനെ ഓർത്ത് വെക്കാം? സിമ്പിളായിട്ട് ഓർക്കാം കേട്ടോ. ന്യൂമോണിയ, ബാക്ടീരിയ, ന്യൂമോണിയ, ബാക്ടീരിയ, രണ്ട് ഏകദേശം ഒരേപോലെയല്ല അവസാനിക്കുന്നത്. ന്യൂമോണിയ, ബാക്ടീരിയ. അപ്പോൾ അത് നമുക്ക് ഓർത്ത് വെക്കാം. ന്യൂമോണിയ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. ന്യൂമോണിയ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. അപ്പോൾ ന്യൂമോണിയ. അതുപോലെ തന്നെ ഇനി നമ്മൾ ഗൊണേറിയ പഠിക്കും. എന്താണ്? ഗൊണേറിയ പഠിക്കും. അപ്പോൾ ഗൊണേറിയ, ന്യൂമോണിയ, ബാക്ടീരിയ അല്ലേ? പറഞ്ഞ് അവസാനിക്കുന്നത് യാ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാം. എന്താണ്? ബാക്ടീരിയ രോഗമാണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ട എന്താണ്? 16 ബാക്ടീരിയ രോഗങ്ങൾ. കണക്ട് ചെയ്ത് വെക്കാൻ, കുറച്ച് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാക്ടീരിയ രോഗങ്ങൾ. എപ്പോഴും BSc പരീക്ഷയിൽ വരാനുള്ളതാണ്. നമ്മളിവിടെ പരിചയപ്പെട്ടത് എലിപ്പനിയാണ്. എലിപ്പനിയാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നത്. ആ എലിപ്പനി പഠിക്കാൻ നമ്മൾ പഠിച്ചു. വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊന്ന് പോയാൽ മതി. അപ്പോൾ ബാക്ടീരിയ, എലിപ്പനി. ആന്ത്രാക്സിലെ കായും ബാക്ടീരിയയിലെ കായും തമ്മിൽ പഠിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ ആന്ത്രാക്സ് കാരണമാവുന്ന ബാക്ടീരിയ ആണെന്ന് ഓർക്കാം. ഇനി വില്ലൻ എപ്പോഴും നടനെ അടിക്കുന്ന എവിടെ നിന്നാണ്? പുറകിൽ നിന്നാണെന്ന് പറഞ്ഞു. ബാക്ക്. അപ്പോൾ അതിൽ നിന്ന് വില്ലൻ ചുമ പഠിക്കാം. ട്രക്ക് പിറകിലോട്ട് തിരിക്കുകയാണ്. ട്രക്ക് പിറകിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുക. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ട്രക്കോമയും കിട്ടും, ഡിഫ്തീരിയയും കിട്ടും. ബാക്ടീരിയ ആണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്ക്, ബോട്ടുലിസം. ബോട്ടുലിസത്തിലെ ബായും ബാക്ടീരിയയുടെ ബായും. ഇനി കോളറ, കഴുത്തിൻ്റെ പിറക്, ബാക്ക്. അപ്പോൾ അവിടെ എന്ത് കിട്ടും? കോളറ, ബാക്ടീരിയ. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഈ കോളറിനോടൊപ്പം ചേർന്നായിരിക്കും ടൈയും കിട്ടുക. അപ്പം നമുക്കവിടെ ടൈഫോയിഡ്, ബാക്ടീരിയ എന്ന് കിട്ടും. പിന്നെ ക്ഷയം കൂടി ഓർത്തിരിക്കുക. ക്ഷയം അതെന്താണ്? ബാക്ടീരിയ. ക്ഷയം എന്താണ്? ബാക്ടീരിയ. ക്ഷയം എന്താണ്? ബാക്ടീരിയ. ഇനി അടുത്തത് പ്ലേഗ് ആണ്. ഞാൻ പറഞ്ഞു ഉപകരണങ്ങളുടെയൊക്കെ പിറകിൽ, ബാക്കിൽ എപ്പോഴും പ്ലഗ് കാണുള്ളൂ. പ്ലേഗ് അങ്ങനെ ഓർക്കാം. പിന്നെ എലിപ്പനി പറഞ്ഞു. ടെറ്റനസിലെ ഇറ്റയും ബാക്ടീരിയയിലെ ഇറ്റയും കണക്ട് ചെയ്യാൻ പറഞ്ഞു. സിഫിലസ് എന്ന് പറയുന്നത് എന്താണ്? അതിലെ ആ സിയും ബായും, ബാക്ടീരിയയിലെ ബായും സിഫിലസിലെ സായും ഏകദേശം ഒരേപോലെയാണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മൾ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്തത് മെനിഞ്ചൈറ്റീസ്. അവിടെ ഇറ്റ വെച്ച് കണക്ട് ചെയ്യണം. മെനിഞ്ചൈറ്റീസിലെ ഇറ്റയും ബാക്ടീരിയയിലെ ഇറ്റയും അത് വെച്ച് കണക്ട് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു, പഠിച്ച് നീ ബാക്കോട്ടാണല്ലോടാ, കഷ്ടം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും. അങ്ങനെ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇനി ന്യൂമോണിയ നമ്മൾ സംസാരിക്കുക. അത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ബാക്ടീരിയ, ന്യൂമോണിയ, ഗൊണേറിയ അവസാനം വെച്ചിട്ട് യാ വെച്ചിട്ട് അവസാനിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താണ് ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോഡുകളല്ല ഉപയോഗിച്ചത്, മറിച്ച് ഓരോ പേരിൽ നിന്നും കണക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. കോഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് കോഡുകൾ മറന്നുപോയാൽ നമ്മൾ പല രോഗങ്ങളും എന്തായിരിക്കും, മറന്നു പോകും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. ഇനി ചിലവർ കോഡ് വെച്ച് പഠിക്കും, അത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾ കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണ്ട, ഇത് പഠിക്കണ്ട, എന്താണ് കോഡ് വെച്ചിട്ടുള്ളത് പഠിച്ചു വെച്ചാൽ മതി. ഇനി ആദ്യമായിട്ട് ഈ പറയുന്ന ബാക്ടീരിയ രോഗങ്ങൾ കേൾക്കുന്നു, അത് പഠിക്കുന്നു, എനിക്കത് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഇത് നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ, കാരണം നമുക്കറിയാം ബാക്ടീരിയ, ഫംഗസ്, വൈറസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ളതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകൾ, അതാണ് നമ്മളിവിടെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ രോഗങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ മറക്കൂല. 2-3 തവണ ഈ പറഞ്ഞ രോഗങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കണക്റ്റിംഗ് ലിങ്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 തവണയും കൂടി ഒന്ന് വായിക്കുക. ഞാൻ 100% ഉറപ്പ് പറയുന്നു, പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഇപ്പോൾ ഓർത്തില്ലെങ്കിലും അപ്പോൾ ഓർത്തും. കാരണം ആ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങളെ കണ്ണ് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഈ ഉത്തരത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് ബാക്ടീരിയ തന്നിരിക്കുന്നതിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏത് രോഗകാരിയാണ് പടർത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇറ്റ ബാക്ടീരിയയിലെ ഇറ്റയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ടൈഫോയിഡ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കോളർ വന്നിട്ടുണ്ടാകും. ഞാൻ 100% പറയുന്നതാണ്. നിങ്ങൾ നോക്കിക്കോ, പരീക്ഷ എഴുതുമ്പോഴായിരിക്കും ഇതിൻ്റെ ഫലം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക. എന്തായാലും
നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്, ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ നോക്കിയാൽ മതി, അതിലൂടെ കാണുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.